പശ്ചിമേഷ്യയെ മാസങ്ങളായി യുദ്ധഭീതിയിലാഴ്ത്തിയ സംഘർഷങ്ങൾക്ക് വിരാമമിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ പുതിയ വെടിനിർത്തൽ ധാരണയാകുമ്പോൾ ലോകത്തെ ഞെട്ടിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത മലക്കം മറിച്ചിലാണ്. ഇറാന്റെ പക്കലുള്ള പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകൾ പൂർണ്ണമായി നിരോധിക്കുന്നില്ലെന്നും സമാധാന കരാറിന്റെ ഭാഗമായി അവ നിലനിർത്താൻ ഇറാന് അനുമതി നൽകുമെന്നുമാണ് ട്രംപ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും ഒരുപോലെ പിന്തുടർന്നു പോന്ന കർശനമായ അമേരിക്കൻ വിദേശ നയത്തിന്റെ നട്ടലൊടിക്കുന്നതാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിയുടെ വേദിയിലാണ് മാധ്യമപ്രവർത്തകരെ സാക്ഷിയാക്കി ട്രംപ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഇറാനുമേൽ പൂർണ്ണമായ മിസൈൽ നിരോധനം ഏർപ്പെടുത്തുന്നത് പ്രായോഗികമല്ലെന്ന് വാദിച്ച ട്രംപ് അവർക്കും കുറച്ചൊക്കെ മിസൈലുകൾ കൈവശം വെക്കേണ്ടതുണ്ടെന്ന വിചിത്രമായ ന്യായീകരണമാണ് ഉയർത്തുന്നത്. സൗദി അറേബ്യ മിസൈലുകൾ വയ്ക്കാൻ അനുവദിക്കുമ്പോൾ ഇറാന് മാത്രം അത് നിഷേധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച പ്രസിഡന്റ്, മിസൈലുകളല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നമെന്നും അവ ഒരു ചെറിയ പ്രദേശത്തെ മാത്രമേ ബാധിക്കൂ എന്നും അവകാശപ്പെട്ടു. ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായും തകർക്കുക എന്നതായിരുന്നു മുൻപ് പ്രഖ്യാപിച്ച സൈനിക നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ വിചിത്രമായ പ്രതിരോധമാണ് ട്രംപ് തീർത്തത്. അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങളിലൂടെ ഇറാന്റെ 85% മിസൈലുകളും ഇതിനകം തന്നെ തകർത്തു കഴിഞ്ഞു എന്നാണ് ട്രംപ് വാദിക്കുന്നത്. ബാക്കിയുള്ളവ ഭൂഗർഭ അറകളിലാണെന്നും അവ പുറത്തെടുക്കാൻ പോലും ഇറാന് സാധിക്കില്ലെന്നും അതിനാൽ ഇപ്പോൾ അവരെ മിസൈൽ വെക്കാൻ അനുവദിക്കുന്നതിൽ തെറ്റില്ലെന്നുമാണ് ട്രംപിന്റെ പക്ഷം. എന്തായാലും ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിലാണ് കരാർ പാളിയാൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തടിയൂരാൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ കരുവാക്കാനും ട്രംപ് മടിക്കാത്ത സാഹചര്യം കൂടിയാണ് ഇപ്പോൾ വരുന്നത്. കരാർ വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് താൻ എടുക്കുമെന്നും പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വാൻസിന്റെ തലയിൽ കെട്ടിവെക്കുമെന്നും പകുതി തമാശയായും പകുതി ഭീഷണിയായും ട്രംപ് പറഞ്ഞു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷിക്കെതിരെ അമേരിക്കൻ ഭരണകൂടങ്ങൾ പാരമ്പര്യമായി പുലർത്തിപ്പോന്ന കർശനമായ ലക്ഷ്മണരേഖയാണ് ട്രംപിന്റെ ഒറ്റ പ്രഖ്യാപനത്തോടെ ഇല്ലാതായത്. അമേരിക്കയും സഖ്യകക്ഷികളെയും ആക്രമിക്കാൻ മാത്രം രൂപകൽപ്പന ചെയ്തതാണ് ഇറാന്റെ മിസൈലുകളെന്നും അവ പൂർണ്ണമായി ഇല്ലാതാക്കാതെ പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമല്ലെന്നും മാസങ്ങളായി വാദിച്ചിരുന്ന വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അടക്കമുള്ള ട്രംപ് മന്ത്രിസഭയിലെ പ്രമുഖർക്ക് എന്തായാലും ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം വലിയ തിരിച്ചടിയാണ്. സ്വന്തം രാഷ്ട്രീയ ഭൂതകാലത്തെയും മുൻ നിലപാടുകളെയും പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒന്നാണ് ട്രംപിന്റെ പുതിയ U-turn. 2015 ബറാക് ഒബാമയുടെ ഭരണകാലത്ത് ഒപ്പുവെച്ച ആണവ കരാറിൽ ഇറാന്റെ മിസൈൽ പ്രോഗ്രാമിനെതിരെ കർശന വ്യവസ്ഥകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി അതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച വ്യക്തിയായിരുന്നു ട്രംപ്. കൊലപാതകികളുടെ ഭരണകൂടത്തിന് അപകടകരമായ മിസൈലുകൾ നിർമ്മിക്കാൻ അനുമതി നൽകില്ലെന്ന് 2017 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വെച്ച് ട്രംപ് ആക്രോശിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഒബാമയുടെ കരാറിനെ അപൂർണമായ ഇടപാടെന്ന് വിളിച്ച് ആക്ഷേപിച്ചാണ് ട്രംപ് 2018 അമേരിക്ക ഏകപക്ഷീയമായി ഈ കരാറിൽ നിന്നും പിൻവലിപ്പിച്ചതും ഇറാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും. എന്നാൽ ഇന്ന് അതേ ട്രംപ് തന്നെ ഇറാന്റെ മിസൈൽ ശേഖരത്തെ പരസ്യമായി ന്യായീകരിക്കുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് സ്വന്തം പാർട്ടിയിലെ തീവ്ര യാഥാസ്ഥിതിക നേതാക്കൾക്കിടയിൽ കടുത്ത അതൃപ്തിക്കും കാരണമായിട്ടുണ്ട്. മിസൈൽ സാന്നിധ്യം അനുവദിക്കുന്നതിന് പുറമെ ഇറാന് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി $300 കോടി വൻ സാമ്പത്തിക പാക്കേജ് അനുവദിക്കാനുള്ള വ്യവസ്ഥയും പുതിയ കരാറിലുണ്ടെന്നാണ് സൂചന. ഇതാണ് കൺസർവേറ്റീവ് നേതാക്കളെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ചൊടിപ്പിച്ചിരിക്കുന്നത്.